സത്യവിശ്വാസികളെ, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുന്നതാണ്. എല്ലാവിധ ഖൈറിലേക്കും അവൻ എളുപ്പമാക്കുകയും അവൻ വഴി കാണിക്കുന്നതുമാണ്. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ നിങ്ങൾ മുറുകെ പിടിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗ്ഗനിർദ്ദേശനം അത് ജീവിതത്തിൽ പകർത്തുക. അതിനെതിരായിട്ടുള്ള ബിദ്അത്തുകളെ സൂക്ഷിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിലും സംസാരങ്ങളിലും ഈ ഉമ്മത്തിനെ വളരെയധികം താക്കീത് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ബിദ്അത്തുകൾ. ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത പുതുതായി കാര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം. അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഖതബ ഇഹ്മറത് ഐനാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടുത്തെ കണ്ണ് ചുവക്കാറുണ്ട്. വഅലാ സൗതുഹു, അവിടുത്തെ ശബ്ദം ഉയരാറുണ്ട്. വഷ്തദ്ദ ഗളബുഹു, അവിടുത്തെ കോപം വർദ്ധിക്കാറുണ്ട്. ഹത്താ കഅന്നഹു മുൻദിറു ജയ്ഷിൻ, എങ്ങനെയെന്നാൽ ഒരു പട്ടാള സൈന്യം യുദ്ധത്തിന് പോകുന്ന ഒരു സൈന്യത്തിന് താക്കീത് നൽകുന്നത് പോലെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കാറുണ്ട്. അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ പറയാറുണ്ടായിരുന്ന വാക്കായി പറയുകയാണ്, അവിടുന്ന് പറയാറുണ്ട്, അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ്, ഏറ്റവും ഉത്തമമായിട്ടുള്ള സംസാരം അത് അല്ലാഹുവിന്റെ കിതാബാണ്. വഖൈറൽ ഹുദാ ഹുദാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും നല്ല മാർഗ്ഗനിർദ്ദേശനം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗ്ഗനിർദ്ദേശമാണ്. വശർറൽ ഉമൂരി മുഹ്ദസാതുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ഷർറ് നിറഞ്ഞത് പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളാണ്. അഥവാ ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാത്ത, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗനിർദ്ദേശനം നൽകാത്ത കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കലാണ്. വകുല്ല ബിദ്അത്തിൻ വലാല, എല്ലാവിധ പുതുനിർമ്മിതികളും ബിദ്അത്തുകളും വഴികേടാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാമ ഫീനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളിൽ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഫവഅബനാ ബലീഗതൻ വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ, അങ്ങനെ ഒരു സംസാരം സംസാരിച്ചു. ആശയ സമ്പൂർണമായ ഒരു സംസാരം. അത് കേട്ട ഹൃദയങ്ങൾ വിറകൊള്ളുമാർ, കണ്ണുകൾ നിറഞ്ഞൊഴുകുമാറായിരുന്നു ആ സംസാരം. ഫഖുൽനാ, അപ്പോൾ സഹാബികൾ പറയാണ്, ഞങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, കഅന്നഹാ മൗഇദതു മുവദ്ദിഇൻ ഫഔസിനാ, ഇതൊരു വിട പറയുന്ന യാത്ര പോകുന്ന ഒരാളുടെ സംസാരം പോലെയുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഉപദേശിക്കണം, ഞങ്ങൾക്ക് വസിയത്ത് നൽകണമെന്ന് സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, അലൈക്കും ബിതഖ്വല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചും വിരോധനങ്ങൾ ഒഴിവാക്കിയും ജീവിക്കണം. വസ്സംഇ വത്താഅതി വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ, ഒരു അടിമയാണ് നിങ്ങളുടെ ഭരണാധികാരിയായി വരുന്നതെങ്കിലും ആ അടിമയോട് കേൾവിയും അനുസരണവും ഉണ്ടായിരിക്കണം. ഫഇന്നഹു മയ്യഇശ് മിൻകും ഫസയറാ ഇഖ്തിലാഫൻ കസീറാ, എനിക്ക് ശേഷം നിങ്ങളിൽ ജീവിക്കുന്നവർ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളെ കാണാനിടയാകും. അഥവാ ദീനിനകത്ത് ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാനിടയാകും. ഫഅലൈക്കും ബിസുന്നതി, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. നിങ്ങൾക്കിതാ എന്റെ സുന്നത്തുണ്ട്. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, എന്റെ ഖലീഫമാരായി വരുന്ന ശ്രേഷ്ഠരായ സ്വഹാബികളുടെ മാർഗ്ഗനിർദ്ദേശനം സുന്നത്തുണ്ട്. തമസ്സകൂ ബിഹാ, അതിനോട് നിങ്ങൾ മുറുകെ പിടിക്കുക, അതിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് അതിനെ കടിച്ചു പിടിക്കുക. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, എന്നിട്ട് പറഞ്ഞു, പുതുതായി ഉണ്ടാക്കപ്പെടുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക ദീനിൽ. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരാത്ത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗ്ഗനിർദ്ദേശനം നൽകാത്ത, അവിടുത്തെ ഉത്തമ സ്വഹാബികൾക്ക് പരിചയമില്ലാത്ത ഏതൊരു വിശ്വാസവും ഏതൊരു കർമ്മവും അത് ബിദ്അത്താണ്. അത് പുതുതായി ദീനിൽ ഉണ്ടാക്കിയതാണ്. അത് ഏറ്റവും വലിയ ദുൽമാണ്, അത് ഏറ്റവും വലിയ അന്ധകാരമാണ്. അത് നരകത്തിലേക്ക് വഴിയെത്തിക്കുന്ന പാപങ്ങളെക്കാൾ തിന്മകളെക്കാൾ ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് ബിദ്അത്തുകളെ നമ്മൾ സൂക്ഷിക്കണം. ബിദ്അത്തുകൾക്ക് സഹോദരങ്ങളെ ധാരാളം അപകടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ ഉമ്മത്തിലെ ശ്രേഷ്ഠരായ അയിമ്മത്തുകളും നമ്മെ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തേത്, ബിദ്അത്ത് ചെയ്യുന്ന ആ കർമ്മം നിഷ്ഫലമായി പോകും. അവന്റെ കർമ്മം അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ഈ ദീനിൽ, നമ്മുടെ ഈ ദീനിൽ അതിലില്ലാത്ത ആരെങ്കിലും ഒരു കാര്യം പുതുതായി ഉണ്ടാക്കിയാൽ അത് തള്ളപ്പെടേണ്ടതാണ്. മറ്റൊരു റിവായത്തിൽ, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, നമ്മുടെ കൽപ്പനയില്ലാതെ ആരെങ്കിലും ഒരു കർമ്മം ചെയ്താൽ അത് തള്ളപ്പെടേണ്ടതാണ്. ബിദ്അത്തുകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് സാമീപ്യം നേടുന്നവൻ ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണും മരക്കഷ്ണങ്ങളും തിന്ന് ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനെ പോലെയാണ്. അവനൊരു ഉപകാരവും ചെയ്യുന്നില്ല ദോഷമല്ലാതെ. അതുപോലെ തന്നെ മറ്റൊരു അപകടം സഹോദരങ്ങളെ, ബിദ്അത്തുകൾ ചെയ്യുമ്പോൾ അവന് നഷ്ടപ്പെടുന്ന സുന്നത്തുകളായിരിക്കും. ആരാണോ ബിദ്അത്തുകൾ ചെയ്തു തുടങ്ങുന്നത് അവന് സുന്നത്തുകളിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥയാണ്
പറയാനുണ്ടാവുക. ഹസ്സാൻ ഇബ്നു അത്തിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, മബ്തദഅ ഖൗമുൻ ബിദ്അതൻ ഇല്ലാ നസഅ അല്ലാഹു മിൻഹും മിനസ് സുന്ന മിസ്ലിഹാ. ഒരു സമൂഹം ബിദ്അത്ത് ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ അതുപോലെയുള്ള സുന്നത്തുകൾ അല്ലാഹു തആല അവരിൽ നിന്ന് ഒഴിവാക്കും. ഫഇന്നൽ ഇഖ്ബാല അലൽ ബിദ്അ മൂജിബൻ ലിദിയാഇ സുനൻ വഖഫാഇഹാ. ആരെങ്കിലും ബിദ്അത്തിലേക്ക് മുന്നിട്ടാൽ അവന്റെ മേൽ നിർബന്ധമാകും സുന്നത്തുകളെ നഷ്ടപ്പെടുക എന്നുള്ളത്, അല്ലെങ്കിൽ സുന്നത്തുകളെ വില കുറച്ച് കാണുക എന്നത്. അതെ, ബിദ്അത്തുകൾ ചെയ്യുന്നവർക്ക് സുന്നത്തുകൾ നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, ബിദ്അത്ത് ചെയ്യുന്ന ആളുകൾ അവരുടെ ബിദ്അത്ത് എന്നുള്ള വാദം അത് നല്ലതല്ലേ, അത് ദീനിൽ ഉപകാരമുള്ളതല്ലേ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതല്ലേ എന്ന നല്ല ബിദ്അത്ത് എന്ന് പറയുന്ന ആളുകളെ നമുക്ക് കാണാം സഹോദരങ്ങളെ. അവർ വാദിക്കുന്നത് എന്താണെന്ന് അറിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് പൂർത്തീകരിച്ചിട്ടില്ല, അതിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ് അവരുടെ വാദം. ഇമാം ഉദാരുൽ ഹിജ്റ അൽ ഇമാം മാലിക് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കാണാം. മൻ ഖാല ഫിദ്ദീനി ബിദ്അതൻ ഹസന. ആരെങ്കിലും ദീനിൽ നല്ല ബിദ്അത്ത് ഉണ്ട്, നല്ലതായിട്ടുള്ള ബിദ്അത്തുകളാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഫഖദ് സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല. അവൻ വാദിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ചു എന്നാണ്. ലിഅന്ന അല്ലാഹു തആല യഖൂൽ, കാരണം അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു സൂറത്തുൽ മാഇദയിൽ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇതാ ഇന്നേ ദിവസം ഈ ദീനിനെ തൃപ്തിപ്പെട്ട് നിങ്ങൾക്കുള്ള അനുഗ്രഹമായി പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തിറക്കിയതാണ്. എന്നിട്ട് ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറഞ്ഞു, فما لم يكن دينا زمن محمد صلى الله عليه وسلم واصحابه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബികളുടെയും കാലത്ത് ദീനല്ലാത്ത കാര്യമാണോ? ഫലൻ യകൂന اليوم ദീന ഇലാ അൻ തഖൂമ الساعه. അതിന്നും ദീനാവില്ല, അന്ത്യനാൾ വരെയും ദീനാവില്ല. അതെ, ദീൻ എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബികൾ അതെങ്ങനെ മനസ്സിലാക്കിയോ അതാണ് ദീൻ. അതല്ലാതെ നല്ലതാണെന്ന് തോന്നി ആരുണ്ടാക്കിയാലും ആര് പറഞ്ഞാലും എത്ര നല്ല കർമ്മമാണെങ്കിലും അന്ത്യനാൾ വരെ അത് ദീനാവുകയില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടങ്ങളിൽ മറ്റൊന്ന്, സാധാരണക്കാരായ ആളുകൾക്കിടയിൽ, മുസ്ലിമീങ്ങൾക്കിടയിൽ അവർ ദീനിനെ യഥാർത്ഥത്തിൽ അറിയാതെ പോകും. അവർക്ക് യഥാർത്ഥ ദീനാണെന്ന് ധരിച്ച് ബിദ്അത്തായ കർമ്മങ്ങൾ അവർ ചെയ്യും. അവർ വിചാരിക്കും, ഏറ്റവും മോശപ്പെട്ട കാര്യം ചെയ്യുന്നവൻ പോലും വിചാരിക്കും ഞാൻ നല്ലതാണ് ചെയ്യുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോക്കൂ, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല. ഞാൻ നിങ്ങളെ അറിയിക്കട്ടെ, ഏറ്റവും നഷ്ടപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുന്നവർ ആരാണെന്ന്. അല്ലദീന വല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. അവർ വിചാരിക്കുന്നത് അവരുടെ പരിശ്രമങ്ങളെല്ലാം പഴിച്ചു പോയിട്ടുണ്ട് ദുനിയാവിൽ. ബിദ്അത്ത് ചെയ്യുന്നവരുടെ കർമ്മങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ഒരു സ്ഥാനവുമില്ല, അത് എത്ര നന്നായി അവർക്ക് തോന്നിയാലും. പക്ഷെ അവർ വിചാരിക്കും അത് നല്ലതാണ് ചെയ്യുന്നത് എന്ന്, ഞങ്ങൾ ചെയ്യുന്നത് നല്ലതാണല്ലോ എന്നവർ ധരിച്ചു പോകും. അതുപോലെ സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടങ്ങൾ മറ്റൊന്ന്, ഒരു ബിദ്അത്തുകാരൻ അവൻ തൗബ ചെയ്യാൻ വൈകുമെന്നതാണ്. തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാകുമെന്നുള്ളതാണ്. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, അൽ ബിദ്അതു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. ഇബ്ലീസിന് പാപത്തിനേക്കാൾ, ഒരു അടിമ തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടമുള്ള കാര്യം അവൻ ബിദ്അത്ത് ചെയ്യലാണ്. ലിഅന്നൽ മഅസിയത യുതാബു മിൻഹാ വൽ ബിദ്അ ലാ യുതാബു മിൻഹാ. കാരണം പാപങ്ങളിൽ നിന്ന് അവൻ തൗബ ചെയ്യാനുള്ള സാധ്യതയുണ്ട്, കാരണം അത് തെറ്റാണെന്നുള്ള ബോധം അവനുണ്ടാകും. പക്ഷേ ബിദ്അത്തുകളിൽ നിന്ന് തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്, കാരണം അവൻ നന്മയാണ് എന്നതുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. അതുപോലെ സഹോദരങ്ങളെ, ബിദ്അത്തുകൾ അല്ലാഹുവിന്റെ ശിക്ഷയെ നിർബന്ധമാക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന് അവിടുത്തെ ഉമ്മത്തിന് അതിലെ ഇനിയൊരിക്കലും ദാഹിക്കാത്ത, പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മാധുര്യമുള്ള ആ പാനീയം നൽകുന്ന സന്ദർഭത്തിൽ ബിദ്അത്തുകാരെ അതിന്റെ അടുത്ത് നിന്ന് ആട്ടി അകറ്റി ഓടിക്കപ്പെടുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുജാഉ ബി അഖ്വാമിൻ യൗമൽ ഖിയാമ. ഒരു കൂട്ടം ആളുകൾ യൗമുൽ ഖിയാമയിൽ വരും, അഥവാ ഹൗദിന്റെ അടുക്കിലേക്ക്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ കാണും. ആ സമയത്ത് അവരെ അകറ്റും, അവരെ ഇടതുഭാഗത്തേക്ക് അകറ്റും. ഫഖൂൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ പറയും, യാ റബ്ബി ഉസൈഹാബി, എന്റെ റബ്ബേ, എന്റെ സഹാബികൾ, എന്റെ കൂട്ടത്തിൽപ്പെട്ടവരാണ് അവർ, എന്റെ അനുചരന്മാർ, അഥവാ ഈ ഉമ്മത്തിൽപ്പെട്ട ആളുകളാണ് അവർ എന്ന് പറയും. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെടും, ഇന്നക ലാ തദ്രി മാ അഹ്ദതു ബഅദക. നബിയെ, താങ്കൾക്കറിയില്ല എന്താണ് അവർ ഈ ദീനിൽ നിങ്ങൾക്ക് ശേഷം പുതുതായി ഉണ്ടാക്കിയതെന്ന് അറിയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. അതുകൊണ്ട് സഹോദരങ്ങളെ, അത് മുഴുവൻ ഷർറാണ്, അത് വഴികേടാണ്, അത് ഏകാഗ്രത ഉണ്ടാക്കുന്ന, കർമ്മങ്ങൾ നിഷ്ഫലമാക്കുന്ന, ദീനിന്റെ അടിസ്ഥാനത്തിൽ തെറ്റിച്ചു കളയുന്ന കാര്യമാണ്. അതുകൊണ്ട് ബിദ്അത്തുകളെ വിശ്വാസത്തിലാവട്ടെ, കർമ്മത്തിലാവട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബികൾക്കും പരിചയമില്ലാത്ത, അറിയാത്ത കാര്യങ്ങൾ നാം വെടിയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, സഹാബികൾ മനസ്സിലാക്കിയ തെളിഞ്ഞ ഒരു മാർഗം നമ്മുടെ മുമ്പിലുണ്ട്, അതാണ് സുന്നത്തിന്റെ മാർഗം. അത് മുറുകെ പിടിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, ബിദ്അത്തിന്റെ അപകടങ്ങൾ ധാരാളമാണ്, പരലോകത്ത് വലിയ നഷ്ടം വരുത്തുന്നതാണ്. അതുപോലെ തന്നെ
ബിദ്അത്ത് ആരെവിടെ വെച്ച് ചെയ്താലും ഏത് കാലഘട്ടത്തിൽ ചെയ്താലും അതിന് ഗൗരവം കൂടുതലാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ ദാറുൽ ഹിജ്റ മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് ഒരാൾ ബിദ്അത്ത് ചെയ്യുക അല്ലെങ്കിൽ ഒരു ബിദ്അത്തുകാരന് സംരക്ഷണം നൽകുക എന്നുള്ളത് കൂടുതൽ ഗൗരവമുള്ള കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മദീനത്തു ഹറമുൻ മാ ബൈന ഐരിൻ ഇലാ ഫൗരിൻ, മദീന ഹറമാണ്, അതിന്റെ പരിധികളെ പറ്റി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഫമൻ അഹ്ദസ ഫീഹാ ഹദസൻ ഔ ആവാ മുഹ്ദിസൻ, ആരെങ്കിലും മദീനയിൽ വെച്ചുകൊണ്ട് പുതുതായി ദീനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത എന്തെങ്കിലും ഒരു വിശ്വാസമോ കർമ്മമോ അത് ആരംഭിക്കുകയാണ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് സംരക്ഷണമേകുകയാണെങ്കിൽ ഫഅലൈഹി ലഅനത്തുല്ലാഹി വൽ മലായികതി വന്നാസി അജ്മഈൻ, അവന്റെ മേലെ അല്ലാഹുവിന്റെയും മലക്കുകളുടെയും എല്ലാ ജനങ്ങളുടെയും ശാപമുണ്ടാകും. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വഅദ്ല, അവന്റെ ഫർളോ നഫ്ലോ ആയ ഒരു കർമ്മവും അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നതല്ല. ഗൗരവമായ താക്കീതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ദീൻ നമ്മൾ പഠിക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് അത് സഹാബികൾ മനസ്സിലാക്കിയിട്ടുള്ളത്, പ്രമാണങ്ങളുടെ പിൻബലങ്ങൾ ഉള്ളത് ഏതിനാണെന്ന് പഠിക്കുക. അല്ലാതെ നമ്മുടെ കാരണന്മാർ ചെയ്തു വരുന്നതാണ്, നമ്മുടെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്, യാതൊരു അടിസ്ഥാനവും ഇല്ലാതെ ഉസ്താദുമാർ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇതാണ് പിന്തുടരുക എന്ന് പറയുന്നവർ ദീനിൽ അറിവില്ലാതെ സംസാരിക്കുകയാണ്. നാളെ പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, നാളെ അല്ലാഹു ഒരുക്കിയ സ്വർഗ്ഗം ലഭിക്കണമെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കണമെങ്കിൽ നമുക്ക് ദീനിനെ കുറിച്ച് അറിവുണ്ടാകണം. അപ്പൊ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും ശരിയായ ദീനിന്റെ സുന്നത്തിന്റെ മാർഗം എന്താണെന്ന് പഠിക്കുക, ആ സുന്നത്തനുസരിച്ച് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തുകളിൽ നിന്ന് നമ്മെ കാത്തു സംരക്ഷിക്കുകയും യഥാർത്ഥ സുന്നത്തിലായിക്കൊണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ.